നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങയും വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇനി ഡിസംബർ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഇനി വീണ്ടും കുറയുന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടമ്മമാർ. 1 കിലോ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ 90 രൂപയാണ് കിലോയുടെ പുറത്ത്. അതേസമയം വെളിച്ചെണ്ണ 1 ലിറ്ററിന് മില്ലിലെ നാടൻ വെളിച്ചെണ്ണ അതായത് 450 രൂപയാണ് 1 ലിറ്ററിന്. തേങ്ങയും വെളിച്ചെണ്ണയും മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അടുക്കളയിലെ ഒരു പ്രിയപ്പെട്ട വസ്തു തന്നെയാണ് ഇത് രണ്ടും. ഇതിങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുക്കള ബഡ്ജറ്റ് താളം തെറ്റുകയാണ്. ഇതിനെ പൊതുവിപണിയെ പിടിച്ചുകെട്ടാൻ വേണ്ടിയാണ് സർക്കാർ ഒരു സംവിധാനം ഒരുക്കിയത്. സപ്ലൈകോയും മറ്റും ത്രിവേണി സ്റ്റോറുകളും മറ്റും. പൊതുവിപണിയേക്കാളും കുറവാണ് സാധാരണ ജനങ്ങൾക്കും മറ്റും ജനങ്ങൾക്കും ആവശ്യ സാധനങ്ങൾ വളരെ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന സാധനമാണ് സപ്ലൈകോ. അവിടെ നല്ല വിലക്കുറവുണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ ലിറ്ററിന് 319 രൂപയാണ് 1 ലിറ്ററിന്. ഒരു റേഷൻ കാർഡിന് ഏതായിട്ട് വെള്ളയായാലും നീലയായാലും ചുവപ്പായാലും മഞ്ഞയായാലും ഏത് റേഷൻ കാർഡിനായാലും അവിടെ 2 ലിറ്ററാണ് ഈ പുതുവത്സരവും ക്രിസ്മസിനും കൊടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും. ഓരോ കാർഡിനും 25 രൂപ നിരക്കിൽ 20 കിലോ പച്ചരിയോ പുഴുക്കുലരിയോ നൽകുന്നുണ്ട്. വനിതകൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവുമുണ്ട്. ഓണം വിപണി 2025 ഇതേ വ്യവസ്ഥയിലാണ് സർക്കാർ കൊടുത്തത്. അന്ന് പൊതുവിപണിയിനേക്കാൾ നല്ല ലാഭത്തിലായിരുന്നു സപ്ലൈകോ. റെക്കോർഡ് കളക്ഷനുമായിരുന്നു സപ്ലൈകോയ്ക്ക്. കൂടാതെ 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ പഞ്ചസാര 5 രൂപയ്ക്ക് ലഭിക്കും. 500 രൂപയ്ക്ക് മുതൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 250 ഗ്രാമിൻ്റെ തേയില 25% വിലക്കുറവിൽ കിട്ടും. അതെ, ക്രിസ്മസും പുതുവത്സരവും ലക്ഷ്യമാക്കി ഡിസംബർ 21 മുതൽ ചന്ത വരെ നടത്താൻ പോവുകയാണ് സപ്ലൈകോ. താലൂക്ക് തലത്തിലും തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും ചന്തയുണ്ടായിരിക്കുന്നതാണ്. അതേസമയം പച്ചക്കറി വില നല്ല ഉയർത്തിലുമാണ്. മുരിങ്ങയ്ക്ക കിലോ ഇപ്പോൾ മിക്ക കടകളിലും എടുക്കുന്നില്ല. 500 മുതൽ 600 രൂപയാണ് 1 കിലോ മുരിങ്ങയ്ക്ക വാങ്ങിക്കണമെങ്കിൽ. പൊതുവെ മുരിങ്ങയുടെ സീസണല്ലാത്തതും തമിഴ്നാട്, കർണാടക തുടങ്ങിയ പ്രധാന വിതരണ കേന്ദ്രങ്ങളിലുണ്ടായ കനത്ത മഴയും ചുഴലിക്കാറ്റും കാരണം മുരിങ്ങ കൃഷി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതും വിലക്കയറ്റത്തിന് കാരണമായി. ഇനി വില കുറയുന്നവരെ നമുക്ക് മുരിങ്ങയിലയും ഒക്കെ തോരൻ വെച്ച് കഴിക്കാം. പല കറികളിലൂടെയും മുരിങ്ങയില വെച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. നല്ല പോഷകാംശങ്ങളാണ്. കടക്കാർ ഈ മുരിങ്ങയ്ക്ക എടുക്കാത്തത് അത് വിറ്റുപോയില്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസമേ ആ കടകളിൽ ഇരിക്കുക. അത് വിറ്റുപോയില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകും. അന്നേരം അത്രയും പൈസയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മിക്ക വ്യാപാരികളും ചെറുകിട വ്യാപാരികൾ ഇത് എടുക്കാറേ ഇല്ല. അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.